മൈ ഡിയർ സബ്സ്ക്രൈബേഴ്സ്, ഇന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തൊരു വാർഡ്രോബിൻ്റെ ഒരു വീഡിയോ കേട്ടോ. അതേണ്ട നമ്മുടെ സംഗതി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ക്ലോത്ത് ഓർഗനൈസറാണ് ഈ സാധനം. അപ്പോൾ എന്താ അതിൻ്റെ മാനുവലൊക്കെ ഉണ്ട്. ഞാൻ പൊട്ടിച്ച് നോക്കി. എന്നിട്ട് നമുക്ക് അതിൽ കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് നമുക്കത് അറേഞ്ച് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഇതാണ് പാക്കിംഗ് ഒക്കെ വരുന്നത്. പാക്കിംഗ് സൂപ്പറായിരുന്നു. ഡാമേജ് ഉള്ള ഒരു സാധനം അതിനകത്തില്ല. എല്ലാം സെപ്പറേറ്റ് ഓരോ കവറിലായിട്ട് അവർ വെച്ചിരിക്കുന്നത്. ഇതതിൻ്റെ ആ കാല് ഏറ്റവും താഴെ വെക്കേണ്ട സാധനമാണ്. അപ്പം അത് ഞാൻ നേരിട്ട് കാണിച്ചു തരാം. അതും എല്ലാം നല്ലതായിട്ട് കവർ ചെയ്ത് തന്നെയാണ് നമുക്ക് തന്നത്. ഒന്നും ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ഓരോരോ കവറിലാണ് വെച്ചിരിക്കുന്നത്. കാരണം ബാക്ക് പോർഷൻ, ഫ്രണ്ട് പോർഷൻ, രണ്ട് സൈഡിലുള്ളത്. ഇത് രണ്ട് സൈഡിൽ വെക്കുന്നതാണ്. കണ്ടോ, ഇത് രണ്ടും നമുക്ക് സൈഡിലായിട്ട് ലെഫ്റ്റ് റൈറ്റും വെക്കേണ്ടതാണ്. പിന്നെ ആ ഓറഞ്ച് കളറിലൊരു ഇത് കണ്ടില്ല, അതാണ് നമുക്ക് ഫ്രണ്ട് വരുന്നത്. അപ്പം ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഇതാണ് സൈഡ് പോർഷൻ വരുന്നത്. സൈഡ് പോർഷൻ്റെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതുകൊണ്ട് ഫ്രണ്ട് കണ്ടോ, ആ ഫ്രണ്ടിൻ്റെ അവിടെ ചെറിയൊരു ഇതുപോലെ ഫ്രണ്ട് ഉണ്ട്. അതായത് വേണ്ടത് കൊണ്ടോ അത് അവിടെ വരുന്നത് ഫ്രണ്ട്, ആ ഡോറ് വരുന്ന ഭാഗം നമ്മൾ വെക്കേണ്ടതാണ്. ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഇതാണ് ബാക്ക് വരുന്നത്. അവിടെ വേണം ബാക്കിലെ ആ ഒരു പീസ് നമ്മൾ വെക്കാൻ വേണ്ടി. പിന്നെ ഇവിടെ ഇങ്ങനെ 3-4 ഹോളുണ്ട്. അതിനൊരു ചെറിയ ക്ലിപ്പ് പോലെ ഒരു ഇതുണ്ട്. അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന പോർഷനിലും അങ്ങനെ ഒരു ക്ലിപ്പ് പോലത്തെ ഒരു ഇതുണ്ട്. ഇത് കണ്ടോ, ആരോ ഇട്ടിട്ടുണ്ട്, നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത് തന്നെ. അതിലേക്ക് വേണം ജാമായിട്ടിരിക്കാൻ വേണ്ടി. നമ്മൾ അത് കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് വെച്ചിട്ട് മുകളിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലിപ്പ് അതിനകത്ത് കയറിക്കോളും. പിന്നെ നമുക്ക് ക്ലിപ്പെ ഞെക്കിയിട്ട് വേണം അത് ഊരിയെടുക്കാൻ വേണ്ടി. നമ്മൾ അല്ലാതെ പുഷ് ചെയ്ത് അല്ലെങ്കിൽ പുള്ളി ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് അങ്ങ് പോകും, പെട്ടെന്ന് തന്നെ അഴുക്കായിപ്പോൾ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. പിന്നെ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് വരുന്നത്. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. അത് നമ്മൾ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് വേണം ബാക്കിൽ വെക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ സൈഡിലോട്ട് ഈ രണ്ട് സൈഡിൽ ഇരിക്കുന്നതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പുണ്ട്, അത് കയറ്റി വെച്ചാൽ മതി. അതങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. കണ്ട ചെറിയൊരു ക്ലിപ്പ് പോലെ കണ്ടില്ല, അതിനകത്തോട്ട് അങ്ങനെ കയറ്റി നമ്മൾ വെച്ച് കൊടുക്കണം. അതൊന്ന് ലെവൽ ചെയ്താൽ മതി. അത് മാത്രം അവിടെ നിന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടെ വലുതായിട്ട് നമ്മൾ ബലം പിടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ചെറുതായിട്ട് അങ്ങനെ ഒന്ന് ഇറക്കി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് വെച്ചാൽ മാത്രം മതി. അപ്പം അത്രയും ഭാഗവും നമുക്ക് എളുപ്പമായിട്ട് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. രണ്ട് സൈഡ് വെക്കുക. പിന്നെ ഇത് ഫ്രണ്ടിലെ നമ്മുടെ ഡോറിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ മുകൾ വശത്ത് രണ്ട് ചെറിയൊരു കമ്പ് പോലെ ഇങ്ങനെ നീണ്ടു നിൽപ്പുണ്ട്. അത് നമുക്ക് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ക്ലിപ്പ് പുറകിലോട്ട് നമ്മളിങ്ങനെ പൊക്കിയിട്ട് പുറകോട്ട് കൊണ്ടുപോയി വെക്കുന്നതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കണം. അത് വെക്കുന്ന സമയത്ത് ആ രണ്ട് സാധനം അത് വേണം നമ്മുടെ ഈ സൈഡിൽ കണ്ടോ, അവിടെ കണ്ടോ, അതിലോട്ട് കയറ്റി വെച്ചിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മുകളിലത്തെ ഭാഗം വെക്കാൻ വേണ്ടിയിട്ട് ആ രണ്ട് സൈഡിലും അതിനകത്തോട്ട് വേണം അത് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ ഉള്ളൂ നമുക്കത് പൊക്കിയിട്ട് അങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് മാറ്റി വെക്കാൻ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ കിട്ടത്തില്ല. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ അതിനകത്തോട്ട് കയറ്റി വെക്കണം. രണ്ട് സൈഡും ഒരുപോലെ തന്നെ കയറ്റി വെച്ചിട്ട് വേണം അതിൻ്റെ മുകളിലത്തെ ഭാഗം നമുക്ക് ഇതുപോലെ തന്നെ പ്രസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ അത് കറക്റ്റായിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. കണ്ടോ, അങ്ങനെ പുറകോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്താലേ പറ്റത്തുള്ളൂ. കണ്ടോ, ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് വെച്ചിട്ട് പുറകോട്ട് ഇങ്ങനെ തള്ളി വിടുക ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് അതായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പോകാൻ വേണ്ടിയിട്ട് പാട് വരും. ഇപ്പം ഞാൻ ഒറ്റ കൈ കൊണ്ട് പിടിക്കുന്നതുകൊണ്ട് എനിക്കത് പറ്റാഞ്ഞത്. രണ്ട് കൈ കൊണ്ട് പിടിച്ചിട്ട് വേണം നമുക്കത് ചെയ്യാൻ. അപ്പോഴത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. കാരണം ഒരിച്ചിരി കട്ടിയുണ്ട് അതിന്. അപ്പോൾ ഇത് മുകളിലത്തെ ഭാഗമാണ് വരുന്നത്. ഇപ്പം ഞാൻ ആ ഡോറിൻ്റെ ഭാഗം വെച്ച് ഇനി ഇതും അതേപോലെ താഴത്തെ പോലെ തന്നെ നമ്മൾ 4 സൈഡും നോക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അതിൻ്റെ ലാസ്റ്റത്തെ ലുക്കാണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു വാർഡ്രോബാണ് കേട്ടോ. നമുക്ക് തുണിയൊക്കെ അതിനകത്ത് നല്ല സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ പറയുവാണെങ്കിൽ റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാണാനൊരു ലുക്കൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും ഒന്ന് വാങ്ങിച്ച് നോക്കുക. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ്. നമുക്ക് കൊടുക്കുന്ന പൈസയ്ക്കുള്ള വർത്തുണ്ട് എന്തായാലും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.